2026 വിഷൻ ബോർഡാണ്. വലിയ ഗോൾസ് അല്ല, വലിയ നോയ്സും ഇല്ല. എനിക്ക് 2026 എങ്ങനെ ഫീൽ ചെയ്യണം എന്നതാണ് ഈ ബോർഡ് പറയുന്നത്. ഈ വിഷൻ ബോർഡിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ ഇല്ലാത്ത ഗ്രോത്ത്, കമ്പാരിസൺ ഇല്ലാത്ത പ്രോഗ്രസ്, പെർഫെക്റ്റ് ലൈഫ് ചേസ് ചെയ്യാനല്ല, അലൈൻഡ് ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ടാണ്. ഹെൽത്തിനും ഫാമിലിക്കും വർക്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷൻ ബോർഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ ഹെൽത്ത് വൈസ് വളരെയധികം ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഈ വർഷം ഞാൻ ഫുഡും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഗോൾസ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓബിയസ്ലി എൻ്റെ മറ്റൊരു അഫർമേഷനാണ് 1K സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലാകുക എന്നുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ഈ ഇൻട്രസ്റ്റഡ് വിഷൻ ബോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടാലോ. അത് നമ്മുടെ ഫോണിൽ നിന്നാണ്. ക്യാൻവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഒരു കസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന സ്ക്രീൻ സൈസ് കൊടുക്കുക. ഞാനിവിടെ 1080x1380 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഞാൻ വിത്തും ഹൈറ്റുമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് ലോഡായിട്ട് വരും. ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന എന്ത് ടൈപ്പാണോ ഒരു ടെക്സ്ചർ വേണ്ടുന്നത് ബാക്ക്ഗ്രൗണ്ടിന് അത് കൊടുക്കുക. എനിക്ക് ഈ പേപ്പറിൻ്റെ ടെക്സ്ചറായിരുന്നു വേണ്ടുന്നത്. ഈ ടെക്സ്റ്റൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വേണ്ടുന്ന എന്താ, എനിക്ക് ഫോട്ടോ ഫ്രെയിംസ് ആണ് വേണ്ടത്. ഞാൻ വീണ്ടും എലമെൻറ്റ്സിൽ പോയിട്ട് ഫോട്ടോ ഫ്രെയിംസ് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സ്ക്വയറിലും റെക്റ്റാങ്കിളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്രെയിംസാണ് എനിക്ക് വേണ്ടുന്നത്. ഞാനതൊക്കെ ചൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കി ഇടുന്നുണ്ട്. ഇനി ഈ ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആക്കിയിട്ട് അതിൻ്റെ പുറത്ത് വൈറ്റ് ബോർഡറോ എന്താ വെച്ചാൽ ഞാൻ ചെയ്യാം. ലാസ്റ്റ് ഇങ്ങനെ ഞാൻ ഫ്രെയിംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പേപ്പർ ക്ലിപ്സ്, സ്റ്റിക്കി നോട്ട്സ്, വാഷി ടേപ്സ്. ഇതെല്ലാം എലമെൻറ്റ്സിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇതേ കണ്ടോ, ഒരു മിനി പേപ്പർ ഷേപ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം എനിക്ക് പല പേപ്പർ ഷേപ്സ് വരുന്നുണ്ട്. ഇതിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള എടുക്കുന്നു. സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ എന്തെങ്കിലും കോഡ്സോ റൈറ്റിങ്സോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മറ്റേ പിന്നിൻ്റെ ഒക്കെ പോലത്തെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ക്യൂട്ട് എലമെൻറ്റ്സ് ഒക്കെ നമുക്കിതിൽ കിട്ടുമേ. പ്രോപ്പറായിട്ടുള്ള ടെക്സ്റ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ അടിപൊളി ഒരു പിൻ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എക്സാക്ട്ലി കാണാൻ നമ്മൾ ബോർഡിൽ പിൻ ചെയ്യുന്ന പോലെ തന്നെയല്ലേ. എഗെയിൻ ഈ പേപ്പറിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും നമുക്ക് എത്ര എണ്ണം മെമ്പേഴ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു പിങ്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ കളർ ഓപ്ഷൻസിൽ വാം തീമിലൊക്കെ ലൈറ്റ് പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിങ്ക് സെറ്റ് ചെയ്തു, സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു പിന്നും അതുപോലെ തന്നെ കോപ്പി എടുത്ത് ഈ പേപ്പറിൻ്റെ നടുക്കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ കണ്ടില്ലേ, അതെനിക്കൊരു ഡിഫറെൻറ്റ് കളർ പിൻ വേണമായിരുന്നു. അപ്പോൾ ആ പിന്നിൻ്റെ കളർ എനിക്ക് ഇഷ്ടമുള്ളൊരു പിങ്കിൻ്റെ ഒരു വേരിയൻറ്റ് കളറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആപ്പിൽ യൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ളതുപോലെ സൂം ഇൻ ചെയ്ത് സൂം ഔട്ട് ചെയ്തൊക്കെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ നോക്കിയപ്പോൾ ഈ പിന്നെ കുറച്ച് വലുതാണ്. എനിക്കിത് ഇങ്ങനെ സൈസ് അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഫസ്റ്റ് പിന്നെ കുറച്ച് വലിയ സൈസാണെന്ന് കാണുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിൻ്റെയും കൂടെ സൈസ് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഇതേ കണ്ടോ, ജസ്റ്റ് നമുക്ക് ഈ ഫിംഗർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതിയെന്നേ, സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഭംഗിയില്ലേ കാണാൻ. ഫസ്റ്റ് പേപ്പർ ക്ലിപ്പ് കണ്ടോ, അതും അങ്ങനെ തന്നെ ചെയ്തതാണ് ഞാൻ. പേപ്പർ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷനിൽ കണ്ടോ. ഇനി നമുക്കൊരു വാഷി ടേപ്പ് ഒട്ടിച്ചാലോ. എനിക്ക് ജേർണലിങ് ഭയങ്കര ഇഷ്ടമാണ്. വാഷി ടേപ്പ്സ് അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ്സ് ആണ്. ഇതേ ഒരു ഫ്ലോറൽ വാഷി ടേപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഫ്ലോറലുള്ള ബോ. എന്നിട്ട് ഞാനെൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ മുകളിലത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ഓപ്ഷനിൽ കിട്ടും, നോക്കിക്കേ. ലിവ് ഇൻ ദ മൊമെൻറ്റ് അതെടുത്തു. ഇനി നല്ല ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പേപ്പറിൽ വെച്ചു. ഇനി എനിക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് വേണ്ടുന്ന ഫോണ്ടുകളൊക്കെ സെലക്ട് ചെയ്യാം. നിറയെ ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട് സൈസ്, കളറ്, അതേപോലെ തന്നെ എങ്ങനെ കാണിക്കണം എന്നുള്ളത് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ടെക്സ്റ്റുകളും ഫ്രെയിംസും ഒക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഫോട്ടോസാണ് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. പിൻട്രസ്റ്റിൽ ഏസ്തറ്റിക് ആയിട്ടുള്ള ഒരു എയർപ്ലെയിൻ്റെ വിൻഡോ വ്യൂ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്.
കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വേണ്ടുന്ന ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടുന്നൊരു യോഗയുടെ പോസ്റ്റായിരുന്നു. അതും ആദ്യം തന്നെ കിട്ടി, സേവ് ചെയ്തു. ഇത് ഫോണിൻ്റെ ഗാലറിയിൽ തന്നെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഡയറക്റ്റ് സേവ് ആയിട്ടാണ് വരുന്നത് ഗാലറിയിലേക്ക്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇമ്പോർട്ട് ഓപ്ഷൻ വഴി ഗാലറിയിൽ നിന്ന് ആവശ്യത്തിനുള്ള ഓരോരോ ഫോട്ടോസായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫോട്ടോയിൽ കുറച്ചധികം എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഏസിസിറ്റിയൊക്കെ സെറ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓട്ടോ അഡ്ജസ്റ്റ് ആപ്പ് തന്നെ ചെയ്തു തരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന ഇമേജസ് 1 by 1 ആയിട്ട് ഈ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇനി എനിക്കിത് കണ്ടപ്പോൾ ഒരു ഷാഡോ ഒക്കെ ആഡ് ചെയ്ത് വീട്ടിൻ്റെ വോളിൽ കാണുന്ന ഒരു ഫീല് വേണമെന്നുണ്ടായിരുന്നു. അതും കിട്ടി. എനിക്കിഷ്ടമുള്ളൊരു ഷാഡോ എഫക്റ്റ് ഞാൻ ആപ്പിൽ നിന്ന് എടുത്തു. ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെ ഈ പ്രോപ്പർട്ടിയെ ഞാൻ ബാക്കിലേക്ക് വിടുക ചെയ്യുന്നത്, ഈ ഒരു ഇമേജിനെ. അതോടുകൂടി എൻ്റെ ഇമേജസ് എല്ലാം ഫ്രണ്ടിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചു. തടാ, എൻ്റെ വിഷൻ ബോർഡ് റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇതിനി എനിക്ക് സേവ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വിഷൻ ബോർഡായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്ത് വാളിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിനകത്ത് സൂക്ഷിച്ച് വെച്ച് നമുക്കിത് ഫോളോ ചെയ്ത് പോവാം.